കേരയിൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ ഏറെക്കാലം മുൾമുനിൽ നിർത്തിയ ഒരു പദ്ധതി, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി. എന്തൊക്കെയെന്ന് പ്രതിപക്ഷത്തിൻ്റെ കേരയിൽ വരാതിരിക്കാനുള്ള വഴിപാടുകളും കൂടോത്രങ്ങളും ഒക്കെ എന്ന് ജനത്തിന് വ്യക്തമായി അറിയാം. മയിൽക്കുറ്റികൾ പിഴുതെറിയുന്നു, ആ കുഴികളിൽ അവർ വാഴ നടുന്നു, ആ വാഴകൾ കുലയ്ക്കുന്നു, ആ കോൺഗ്രസ്സുകാർ തന്നെ ആ വാഴക്കുലകൾ വെട്ടിയെടുത്ത് പഴിപ്പിച്ച് ലേലം ചെയ്ത് വിൽക്കുന്നു, ആ കാശ് എടുത്ത് പോക്കറ്റിടുന്നു. എന്നിട്ടും ആ കാശ് എന്തിനെങ്കിലും ഉപകരിച്ചോ? ഇല്ല. കൊച്ചിയിൽ നിന്നും കാസർഗോഡ് വരെ പോകണമെങ്കിൽ കുറഞ്ഞത് 8 മണിക്കൂർ ട്രെയിനിലോ ബസ്സിലോ ഇരുന്ന് യാത്ര ചെയ്യണം ഇവർക്ക് പോലും. അതാണ് ഗതികേട്. എന്തായാലും ആ ഗതികേടിലേക്ക് കേരളത്തിലെ ജനതയെ, വികസനം ആഗ്രഹിക്കുന്ന ജനസമൂഹത്തെ തള്ളിവിടാൻ പിണറായി സർക്കാരിന് ആകില്ല. ഇതാ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ കേരളിന് വീണ്ടും ജീവൻ വയ്ക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിലെ ഇതിൻ്റെ സുപ്രധാനമായ നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കമാകുകയാണ്. കടലിലൂടെ കടന്നു പോകുന്ന ഫോർട്ട് കൊച്ചി വൈപ്പിൻ തീരദേശ ടണൽ റോഡ് പദ്ധതിക്കായി പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുന്നു കേരയിൽ. പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി പഠന റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. പദ്ധതി നിർവഹണത്തിനായി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കുന്നതിനുള്ള നിബന്ധനകൾ അന്തിമ രൂപത്തിലാക്കാൻ കേരള അധികൃതർ PWDയെ സമീപിച്ചിരിക്കുകയാണ്. ഗതാഗത വകുപ്പ് ആൾറെഡി ഈ കേരളയിലടക്കമുള്ള ടണലടക്കമുള്ള സംവിധാനങ്ങൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുറത്തിറങ്ങുമെന്നാണ് സൂചന. 500 കിലോമീറ്റർ നീളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ ഹൈവേ കോറിഡോറിൻ്റെ നിർണായകമായ ഭാഗമാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ടണൽ റോഡ്. മൊത്തം പദ്ധതി ചിലവ് 2672 കോടി രൂപ. സിംഗിൾ ലൈൻ സർവീസ് റോഡിലൂടെ ഇരട്ട ട്യൂബ് ടണലാണ് ഫീസിബിലിറ്റി പഠനത്തിൽ നിർദ്ദേശിക്കുന്നത്. ഓരോ ടണലിൻ്റെ മുകളിൽ 4.5 മീറ്റർ 5 മീറ്റർ വീതിയുള്ള ലൈനുകൾ ഉണ്ടാകും. തീരപാതയുമായി ചേരുന്ന ടണലിലേക്കുള്ള അപ്രോച്ച് റോഡുകൾ 4 വരിയായിരിക്കും. ഓരോ 250 മീറ്ററിലും ടണലിനകത്ത് അടിയന്തര സ്റ്റോപ്പ് ബേസ് ഉറപ്പാക്കും. സർവീസ് ലൈനുകൾ, വാതക ഇന്ധന പൈപ്പുകൾ, ഡ്രെയിനേജുകൾ, പമ്പിംഗ് സംവിധാനങ്ങൾ കൂടിയ സുരക്ഷാ സൗകര്യങ്ങൾ, ജലവിതരണം എന്നിവയും ട്രാഫിക് നിയന്ത്രണം, മറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും ഈ ടണലിനുള്ളിൽ ഉണ്ടാകും. കൊച്ചി പോർട്ടിൻ്റെ ഷിപ്പിംഗ് ആക്സസ് ചാനലിന് സമീപത്ത് കൂടിയുള്ള പാലം സ്ഥാപിക്കാനാകാത്ത ഈയിടത്ത് വിഭാവനം ചെയ്യുന്ന ഒരു കോസ്റ്റൽ ഹൈവേയിലെ കപ്പൽ ഗതാഗതം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടണലാണ് അണ്ടർ വാട്ടർ ടണൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായി ഈ ടണലിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് കേരള MD അജിത് കുമാറും ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി പ്രകാരം എറണാകുളം ജില്ലയിൽ തീരദേശ ഹൈവേ സൗത്ത് ചെല്ലാനത്ത് നിന്ന് മുനമ്പം വരെ 48 കിലോമീറ്റർ നീളുന്നതാണ്. സൗത്ത് ചെല്ലാനം, കണ്ടക്കടവ്, മുണ്ടംവെലി, ഫോർട്ട് കൊച്ചി വൈപ്പിൻ, പുതുവൈപ്പിൻ ബീച്ച്, ഞാറക്കൽ ഫിഷ് ഫാം, അനിയൽ ബീച്ച്, ചെറായി ബീച്ച് വഴി മുനമ്പം വഴി ഹൈവേയിലേക്ക് പോകും. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ആക്സിലറേറ്റഡ് സബ് ടണൽ ഒരു പരിസ്ഥിതി സൗഹൃദമായ മികച്ച പരിഹാരമാകും. ഈ ടണൽ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ വൈപ്പിനും ഫോർട്ട് കൊച്ചിക്കും ഇടയിൽ തടസ്സമില്ലാത്ത യാത്രാ സംവിധാനം നിലവിൽ വരും. നിലവിലുള്ള NH 544, NH 66 പാതകളിലൂടെ നിലവിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെയല്ല, ഏതാണ്ടൊക്കെ ഒരു ശമനമുണ്ടാകും. ഒരു ശരാശരി യാത്രക്കാരൻ ഫോർട്ട് കൊച്ചി മുതൽ ഹൈക്കോടതി വരെ എത്തി മടങ്ങി വരാൻ ഏകദേശം 2.5 മുതൽ 3 മണിക്കൂർ വരെ എടുക്കുന്നുവെന്നാണ് ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ചാനൽ ടണൽ 1/2 മണിക്കൂർ മാത്രം എടുക്കും ഈ യാത്രയ്ക്ക്. ടണൽ ഉപയോഗിക്കുന്ന ട്രക്കുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും സാമ്പത്തിക ലാഭം ആകും ഇതെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്കും അവരുടെ സാമ്പത്തിക ലാഭം ഉണ്ടാകും, യാത്രാ ചെലവ് കുറയും. 20 കിലോമീറ്ററിനുള്ളിൽ വ്യാപിച്ചു കിടക്കുന്ന വൈപ്പിൻ ദ്വീപിൻ്റെ മുഴുവൻ പ്രദേശവും കണ്ണായ ഇടമായി മാറും. വൈപ്പിൻ മുതൽ പള്ളിപ്പോർട്ട് വരെ ദ്വീപിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നിലവിലെ ടൂറിസം റിസോർട്ടുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും വന്നിരിക്കും. ഇവിടെ ബീച്ച് ടൂറിസം, വാട്ടർ സ്പോർട്സ് എന്നിവ വികസിപ്പിക്കാൻ വലിയ സാധ്യതയുള്ളതാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ കേരളിൻ്റെ തീരദേശ ഹൈവേ ചുറ്റിപ്പറ്റി കൊച്ചിയിലെ ടൂറിസം മേഖല വികസിക്കുന്നു, കൊച്ചിയിലെ നിർമ്മാണ മേഖല വികസിക്കുന്നു, കൊച്ചിയിലെ സാധാരണ ജനങ്ങളുടെ യാത്രാ സംവിധാനങ്ങൾ വികസിക്കുന്നു, അത് കൂടുതൽ സുഗമമാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 400-500 രൂപ ഓട്ടോറിക്ഷയ്ക്ക് നൽകുന്ന ഒരു യാത്രക്കാരന് തുച്ഛമായ ചെലവിൽ ഈ തീരദേശ ഹൈവേയിലൂടെ വൈപ്പിൻ കടന്ന് കൊച്ചിയിലേക്ക് വന്ന് തിരിച്ചു പോകാം, ഫോർട്ട് കൊച്ചി കടന്ന് പോകാം. അതല്ല തിരുവനന്തപുരത്തേക്ക് കാസർഗോട്ടേക്കാണോ യാത്രയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബസ് ബേകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലെത്തിയാൽ അവിടെ നിന്നും നിർദ്ദിഷ്ടമായ ഈ പ്രത്യേകമായി എത്തുന്ന ബസ്സുകൾ, സംസ്ഥാന KSRTCയുടെ അടക്കം ബസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ ഈ തീരദേശ ഹൈവേയിലേക്കുള്ള യാത്ര, അതിലൂടെയുള്ള യാത്ര വളരെ സുഗമമാകും. നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിലും മൂവാറ്റുപുഴയിലുമൊക്കെ
കേരളിൻ്റെ കുഴിയെടുത്ത വാഴ നട്ട് ആ വാഴ കുലയ്ക്കാൻ കാത്തിരുന്ന് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഗതികേടൊന്നും അത്രത്തോളം ദരിദ്രന്മാരൊന്നുമല്ല കേരളത്തിലെ ജനതയെന്ന് മനസ്സിലായിക്കോണം. സംസ്ഥാന സർക്കാരിനാകുമെങ്കിൽ കേരളം മൊത്തം ഇതുവരെ കുഴി കുഴിച്ച് വാഴ നടാവുന്നതേ ഉള്ളൂ, ആ വാഴ വെട്ടി വിറ്റ് കാശാക്കുന്നതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ്സുകാരുടേത് ഒരു 10-30 വർഷം മുമ്പുള്ള ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അവർ കുഴികളിൽ വാഴ നട്ട് അത് കുലച്ച് പഴിപ്പിച്ച് ലേലം ചെയ്ത് വിറ്റ് പൈസ എടുത്ത് പോക്കറ്റിൽ വയ്ക്കുന്നത്. പക്ഷേ പിണറായി സർക്കാരാണെങ്കിൽ കൃത്യമായ പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ട് ഫീസിബിലിറ്റി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് അത് അംഗീകാരം നൽകി കേന്ദ്രത്തിൻ്റെ ഒരു അംഗീകാരം നേടിയെടുത്ത് ഇതാ കേരളിന് സംസ്ഥാനത്ത് തുടക്കമാകാൻ പോകുകയാണ്.